നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയരക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ ആൾ. രാജേഷിന്റെ ചേതനയേറ്റ ശരീരം തിരുവനന്തപുരം നേമം കല്ലിയൂരിലെ വസതിയിലെത്തിച്ചപ്പോൾ നാടൊന്നടങ്കം കണ്ണീരിലായി. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരിനൽകിയ ശേഷമാണ് രാജേഷ് അപകടത്തിൽപ്പെട്ടത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കണ്ണൂരിൽ നിന്നും രാവിലെ 11:30 എത്തിച്ച ഭൗതികശരീരം വീടിന് സമീപമുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ശനിയാഴ്ച മലവെള്ളപ്പാച്ചിലിൽ ഒറ്റപ്പെട്ടുപോയ കർഷകനെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. അതേസമയം പരിയാരത്തുനിന്നും രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ഉപയോഗിച്ചത് ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസ് ആണെന്നുള്ള ഗുരുതര പരാതിയും ഉയർന്നുവന്നിട്ടുണ്ട്. യാത്രക്കിടയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ചാവക്കാട് വെച്ച് ഫ്രീസർ സൗകര്യമുള്ള മറ്റൊരു വാഹനത്തിലേക്ക് മൃതദേഹം മാറ്റിയ ശേഷമാണ് യാത്ര തുടർന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.